ഷെയ്ൻ നിഗം നായകനാവുന്ന പുതിയ ചിത്രമാണ് ഹാൽ എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ മെയ് മാസം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ ചിത്രം ഷെയ്ൻ നിഗമത്തിൻ്റെ കരിയറിൽ തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയും കൂടിയാണ്. ഈ ചിത്രം മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഒരു ലവ് സ്റ്റോറി ചിത്രമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിഷാദ് കോയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. യാഷും രൺവീറും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ മഹാഭാരതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം. സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇപ്പോഴത്തെ ഏകദേശം 750 കോടിക്ക് മുകളിൽ തന്നെ ബഡ്ജറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുന്നത് പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും യാഷിന്റെ തന്നെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും കൂടിയാണ്. നെൽസനും രജനിയും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ ജയിലർ 2 എന്ന ചിത്രം. സിനിമയുടെ ടൈറ്റിൽ ഇപ്പോഴത്തെ ഹുക്കും എന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം ഈ വർഷം ജൂണിലായിരിക്കും ആരംഭിക്കുക. സിനിമയുടെ ഷൂട്ട് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. ആർഡിക്സിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി ഫഹദ് ഫാസിൽ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ട്രാൻസ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഫഹദ് ഫാസിലും അൻവർ റഷീദും വീണ്ടും ഒന്നിക്കുന്നത്. നയൻതാരയും നിവിൻ പോളിയും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണല്ലോ ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ അടുത്ത മാസം ചെന്നൈയിൽ ആരംഭിക്കുന്നു. സിനിമയിൽ നിവിൻ പോളി ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. സിനിമ നിർമ്മിക്കുന്നത് നിവിൻ പോളിയുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസും കൂടിയാണ്. രജനി ചിത്രം തലൈവർ 171 എന്ന സിനിമയിൽ ഇപ്പോഴത്തെ വില്ലനായി ഒരുപക്ഷെ വിജയ് സേതുപതിയോ അല്ലെങ്കിൽ തമിഴിൽ നിന്ന് മൈക്ക് മോഹനും എത്തിയേക്കുമെന്ന് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ രൺബീർ സിംഗും അതുപോലെ തന്നെ ഷാറൂഖ് ഖാനും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓ മൈ കടവുൾ എന്ന സിനിമയ്ക്ക് ശേഷം അശ്വന്ത് മാരിമുത്തുവിന്റെ അടുത്തൊരു ചിത്രം വരുന്നു. സിനിമയിൽ പ്രദീപ് രംഗനാഥനായിരിക്കും നായകനായി എത്തുക. സിനിമ ഏജിസ് പ്രൊഡക്ഷൻ ആയിരിക്കും നിർമ്മിക്കുക. സന്ദീപ് റെഡ്ഡിയും പ്രഭാസും ഒന്നിക്കുന്ന ചിത്രമാണല്ലോ സ്പിരിറ്റ് എന്ന ചിത്രം. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഇപ്പോൾ 60% കംപ്ലീറ്റ് ആയി എന്നാണ് ഇപ്പോൾ സന്ദീപ് റെഡ്ഡി തന്നെ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ട് ഈ വർഷം ഡിസംബറിൽ തന്നെ ആരംഭിക്കും. സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോഴത്തെ 300 കോടിക്ക് മുകളിൽ ഉണ്ടായേക്കുമെന്ന് ഇപ്പോൾ സന്ദീപ് റെഡ്ഡി പറഞ്ഞിട്ടുണ്ട്. പെപ്പെ നായനയ്ക്ക് അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമ നിർമ്മിക്കുന്ന ആർഡിക്സ് എന്ന സിനിമയ്ക്ക് ശേഷം സോഫിയ പോളിന്റെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സും കൂടിയാണ്. സിനിമ ഒരു പക്ഷേ ഓണം റിലീസായി എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമ ഒരു ആക്ഷൻ ഫിലിമും കൂടിയാണ്. പെപ്പയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ ഷബീർ കളരികൾ അതുപോലെ തന്നെ നന്ദു രാജ്ബി ഷെട്ടി എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സാംസീസാണ് സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. അജിത് നായകനാവുന്ന ചിത്രമാണല്ലോ വിടാമുയർച്ചി. സിനിമയുടെ റിലീസിനായിട്ട് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. ഇപ്പോഴത്തെ ഈ സിനിമ ഇനി ദീപാവലി റിലീസായി എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രജനി ചിത്രം വേട്ടയൻ സിനിമയിൽ ഫഹദ് ഫാസിലും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ റോൾ എന്താവുമെന്ന് ഇപ്പോഴത്തെ ഫഹദ് ഫാസിൽ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സിനിമയിൽ ഒരു കോമഡി നിറഞ്ഞൊരു കഥാപാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഫഹദ് ഫാസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചിത്രം ഒക്ടോബർ മാസമാണ് റിലീസിനെത്തുന്നത്. ഫഹദ് ഫാസിൽ നായകനാവുന്ന അടുത്ത ചിത്രമാണ് വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ തമിഴിൽ നിന്ന് എസ് ജസൂരി എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം തന്നെ ഒരു പക്ഷേ ആരംഭിച്ചേക്കാം. ഐലൻഡ് സിനിമയ്ക്ക് ശേഷം രവികുമാർ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ഇൻട്രോ നേട്ടർ നാളെ എന്ന സിനിമയുടെ 2ാം ഭാഗം. സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി വിഷ്ണു വിശാൽ ഉണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിജയ് ചിത്രം ഗോട്ടിൽ ഇപ്പോഴത്തെ ഒരു ക്യാമിയോ വരുന്നു. സംവിധായകനായ വെങ്കട് പ്രഭു ആയിരിക്കും ക്യാമിയോ റോളിൽ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമയിൽ വെങ്കട് പ്രഭു ഒരു CSK ഫാനായിട്ടായിരിക്കും എത്തുക. ഫാമിലി സ്റ്റാർ എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് ദേവരകൊണ്ടയുടെ അടുത്ത് വരാനിരിക്കുന്ന ചിത്രമാണ് BD 12 എന്ന ചിത്രം. സിനിമ സംവിധാനം ചെയ്യുന്നത് ജേഴ്സി എന്ന സിനിമയുടെ സംവിധായകനായ ഗൗതം തിന്നൂരിയും കൂടിയാണ്. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി ഭാഗ്യശ്രീ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത് റോക്ക് സ്റ്റാർ അനിരുദ്ധും കൂടിയാണ്. ജയസൂര്യയുടെ ഇനി വമ്പൻ ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു ചിത്രമാണല്ലോ കത്തനാർ എന്ന ചിത്രം. സിനിമയുടെ റിലീസിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തുവന്നിരിക്കുകയാണ്. സിനിമ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വർഷം ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.